റോയി സാറിന്റെ ഒരു മരണം എന്ന് വെച്ചാൽ ആൾക്ക് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഇതുണ്ട്, പക്ഷെ ഒറ്റ സെക്കൻഡിലായിരുന്നു ആളുടെ മനസ്സ് തന്നെ നിയന്ത്രിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ സാറിനും വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്, ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ ബിസിനസ് ഇപ്പൊ ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് ഒന്നുമില്ലാതെ സീറോയിൽ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അദ്ദേഹം നമ്മളെക്കാളൊക്കെ എത്രയോ ഉന്നതനായ ഒരു ബിസിനസ്സുകാരനാണ്. ഇപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ധൈര്യവും പ്രാപ്തിയും ഒക്കെ ഉള്ള മനുഷ്യൻ. എന്നിട്ടും അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം. അതുപോലെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് കഫേ കോഫിയുടെ സിദ്ധാർത്ഥൻ. അവരൊക്കെ എത്രയോ ഉന്നതങ്ങളിൽ നിന്ന് ബിസിനസ് ചെയ്തവരാണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ, അല്ലെങ്കിൽ ഞാനൊക്കെ ചിന്തിക്കുന്നതിൽ എത്രയോ ഉന്നതമായി ചിന്തിക്കാനുള്ള കഴിവും ശക്തിയും പ്രാപ്തിയുമുള്ള ആ മനുഷ്യർക്ക് പോലും ചില സെക്കൻഡിൽ നിലതെറ്റി പോകുന്നുണ്ട് അല്ലെ? പോയതാണല്ലോ നമ്മൾ കണ്ടത്. അപ്പൊ അതെല്ലാം, പക്ഷെ നമ്മൾ അതിൽ നിന്ന് എന്താ, നമ്മൾ അതൊക്കെ ഒരു പാഠമായിട്ട് പഠിക്കണം. എന്റെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും, എന്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ എനിക്ക് ഇതെല്ലാം കണ്ട് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റണം. നമ്മളെപ്പോഴും ഒരു ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും പഠനത്തിലായാലും നമ്മൾ എപ്പോഴും, ഞാൻ പറയും, നമ്മൾ പഠിക്കേണ്ടത് എന്ത് ചെയ്യണം എന്നതിനേക്കാൾ കൂടുതൽ പഠിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യരുത് എന്നായിരിക്കണം. അങ്ങനെ ഒരു പഠനം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഇതെല്ലാം, ഇപ്പൊ റോയ് സാറിന്റെ ആയാലും സിദ്ധാർത്ഥ സാറിന്റെ ആയാലും എല്ലാം നമ്മുടെ മുമ്പിൽ ഒരു പാഠങ്ങളാണ്. ഈ പാഠങ്ങൾ അഭിമുഖീകരിക്കാത്ത മനുഷ്യരെ ലോകത്തുണ്ടാകില്ല. പക്ഷെ ഇത്രയും ഉന്നതിൽ നിന്നിട്ട് അവരെന്തുകൊണ്ടാ സെക്കൻഡിൽ അങ്ങനെ തീരുമാനം എടുത്തു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരവില്ല. അപ്പൊ നമുക്ക് പക്ഷെ അതിൽ നിന്ന് പഠിക്കാനേ പറ്റും. എന്തെല്ലാം തകർച്ചകളുണ്ടെങ്കിലും എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനെ നേരിടും എന്ന ഉറച്ച തീരുമാനം എടുക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ, അല്ലെ എന്ത് ചെയ്യണം എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്ത് ചെയ്യരുത് എന്നായിരിക്കും.